അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇപ്പോൾ സതീഷ് വസന്ത് പറയുന്നത് എന്ത് നേട്ടമാണ് പിണറായി വിജയന് ഉണ്ടായത്, അല്ലെങ്കിൽ പിണറായി വിജയനിൽ നിന്ന് കർത്തയ്ക്കുണ്ടായത് ഇത്രയും പണം നൽകാൻ? അങ്ങനെ ഒരു നേട്ടമുണ്ടായത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇതാണ് CPM-ന്റെ വെർഷൻ, ഇടതു മുന്നണിയുടെ വെർഷൻ. എന്ത് നേട്ടം കർത്തയ്ക്കുണ്ടായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം കൊടുത്തിട്ട് എന്ന് ചോദിക്കുകയാണ്. അല്ല, അത് പകൽ പോലെ സ്പഷ്ടമല്ലേ. 2016 ശേഷം അവിടെ കരിമണൽ ഖനനം ചെയ്യാൻ പാടില്ലല്ലോ. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവില്ലേ, അത് ലംഘിച്ചിട്ടല്ലേ അത് ചെയ്തത്. അതിഗുരുതരമായ നിയമലംഘനമല്ലേ കരിമണലിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. വെറുതെ നമ്മൾ ഈ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറയട്ടെ, തുടക്കം ആദ്യം എന്താ പറഞ്ഞത്? ഇൻകം ടാക്സ് ഞങ്ങൾക്ക് അവസരം തന്നില്ല. ആദ്യത്തെ വാദം അതാണ്. ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ ഞങ്ങൾക്ക് ബാധകമല്ല, കാരണം അത് ഞങ്ങൾക്ക് അവസരം തന്നിട്ടില്ല. പക്ഷെ അവിടെ CMRL അവസരം കൊടുത്തിരുന്നു. രണ്ടാമത് SFIO വന്ന് ചോദിച്ചു. SFIO എല്ലാവർക്കും അവസരം കൊടുത്തല്ലോ. നിങ്ങൾ എന്ത് സേവനമാണ് കൊടുത്തത്? ഇനി SFIOനെ ബോധിക്കട്ടെ, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പറ്റും. ഇപ്പൊ ഞാനൊരു IT എക്സ്പേർട്ട് ഒന്നല്ല. ഒരു IT മേഖലയിലെ മിനിമം നോളജ് ഉള്ള ഒരാളിനെ ഈ മൈക്രോസോഫ്റ്റിന്റെ പ്രോഗ്രാമിംഗ് ഉള്ള സ്ഥലത്ത് വേറൊരാൾക്ക് തൊടാൻ പാടില്ല. മൈക്രോസോഫ്റ്റ്, ഞാൻ പറഞ്ഞപ്പോ നമ്മുടെ വീട്ടിലെ സ്വകാര്യ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ പല പ്രോഗ്രാംസ് കയറ്റുന്നുണ്ട്. പാറ്റന്റ് ലോ വയലേഷൻ ആണ്. മൈക്രോസോഫ്റ്റിന്റെ ഒരു പ്രോഗ്രാമും ഒരു കമ്പ്യൂട്ടറിലും അവരെ സമ്മതമില്ലാതെ, അവർക്ക് പൈസ കൊടുക്കാതെ കയറ്റാൻ പാടില്ല. കോഴിക്കോട്ട് പണ്ട് വലിയ ചില സ്ഥാപനങ്ങളിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. അതായത് വലിയ എണ്ണത്തിൽ സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. ഈ മൈക്രോസോഫ്റ്റിന്റെ പ്രോഗ്രാം വേറൊരാൾക്ക് തൊടാൻ പറ്റില്ല. അവരാണ് അതൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പം അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉള്ള ഒരു സ്ഥാപനത്തിൽ എന്ത് സർവീസ് ചെയ്തു എന്ന് പൊതുസമൂഹത്തെ, IT മേഖലയിലെ മിനിമം നോളജ് ഉള്ള ഒരാളെയും ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ SFIയുടെ അന്വേഷണം, അതിനുശേഷം EDയുടെ അന്വേഷണം, ഈ ഒരു തരത്തിലുള്ള സേവനത്തെ പറ്റിയും ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ വസ്തുതകൾ, അതായത് കേന്ദ്രത്തിന്റെ എന്താ പറയാ നിരോധനം ഉണ്ടായിട്ടും 2016 ശേഷം ഇവിടെ ഇത് തുടർന്നു എന്നുള്ളത് വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് തെറ്റാണ്. എന്തിനു വേണ്ടി ഞാൻ പറയട്ടെ, ഇവിടെ ഈ മൊഴി പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഈ മൊഴി പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും? ഒരു അന്വേഷണ ഏജൻസിക്ക്, അതും ഒരു എന്താ പറയാ എഴുതി ഒപ്പിട്ട മൊഴിയാണ്. ഈ EDക്കും കസ്റ്റംസിനും അങ്ങനത്തെ ഒക്കെ ചില കുഴപ്പങ്ങളുണ്ട്. അവർ കൊടുക്കുന്ന മൊഴി അവർ എഴുതി ഒപ്പിടിച്ച് വാങ്ങിക്കും. പോലീസിൽ 161 സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ മറ്റ് ഏജൻസികളിൽ അങ്ങനെയല്ല. അപ്പം അത്തരത്തിലുള്ള ഒപ്പിട്ട് കൊടുക്കുന്ന മൊഴി തെറ്റാന്ന് എങ്ങനെ പറയും? നാളെ കോടതി അത് തെറ്റാണ്, അതിൽ വസ്തുതകളില്ല എന്ന് പറയുന്നത് വരെ അത് ശരിയാണ്. അപ്പം ഇവിടെ പുകമറ സൃഷ്ടിച്ചിട്ടൊന്നും കാര്യമില്ല. പൈസ കിട്ടിയിരുന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. സേവനം കൊടുത്തു എന്ന് ആരെയും ഇന്ന് വരെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ലല്ലോ. പിന്നെ ഇതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. അത് അന്വേഷണ ഏജൻസികളാണ് കണ്ടെത്തേണ്ടത്. 1-2 കാരണങ്ങൾ പകൽ വെളിച്ചം പോലെ സ്പഷ്ടമാണ്. അപ്പം ഇതിൽ തർക്കിച്ചിട്ട് ഇനി കാര്യമില്ല. ഒരു കാര്യം ഉറപ്പാണ്, അതിഗുരുതരമായ തെറ്റുകൾ പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അടുത്ത ദിവസം GS പ്രശാന്ത് വരെ അറസ്റ്റിലായത്. GS പ്രശാന്ത് എന്തൊക്കെ പറഞ്ഞു GS പ്രശാന്ത്. 2ാം തവണയും സ്വർണ്ണപ്പാളികൾ എടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തതാണ് ഇപ്പൊ അദ്ദേഹം ജയിലിൽ പോകാൻ കാരണം. അത് ഒരു തെറ്റിന്റെ ആവർത്തനമാണ്. ആദ്യം ഒരിക്കൽ കൊണ്ടുപോയി അത് നശിപ്പിച്ച് കൊണ്ടുപോകുന്ന ആളെ വീണ്ടും അത് എടുത്തു കൊടുത്തത് അതിഗുരുതരമായ തെറ്റാണ്. അപ്പം ഞാനൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് എന്തൊക്കെ പറഞ്ഞു ഈ GS പ്രശാന്ത്. ഇപ്പൊ അങ്ങോട്ട് അറസ്റ്റിലായി. അപ്പൊ അതുകൊണ്ട് വെറുതെ കണ്ണടച്ചിരുട്ടാക്കരുത്. സത്യമാണ്. ഇനി കോടതിയിൽ ഇത് എത്തട്ടെ, നമുക്കിപ്പോ അത്രേ പറയാൻ പറ്റുള്ളൂ.